ഇത് റെനോന്റെ ക്യാപ്ചർ ഇതൊക്കെയെന്ന് വെച്ചാൽ അണ്ടർ റേറ്റഡ് വണ്ടികളാണ്. അത്രയും അടിപൊളി നല്ല വലുപ്പമുള്ള നല്ല മസ്കുലർ ലുക്ക് തോന്നിക്കുന്ന നല്ല പവറും അത്യാവശ്യത്തിന് മൈലേജും 5,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2019 മോഡൽ വെറും 40,000 കിലോമീറ്റർ ഓടിയ എസ് ഓപ്ഷൻ പെട്രോൾ മാനുവൽ വെന്യൂ കൊണ്ടുപോകാം. അപ്പോൾ ഈ മേഖലയിൽ ഒരു മാറ്റം വരുത്തണമെന്നും ഒരു സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നുള്ളതും മാന്യമായി പോകണം എന്നുള്ളത് നമ്മുടെ ഡ്രീമാണ്. ആ ഡ്രീമിന്റെ ഒരു അച്ചീവ്മെന്റ് നമ്മൾ ബിസിനസ് ഉദ്ദേശിക്കുന്നത്. വരുമ്പോൾ പൈസ ഉണ്ടാക്കൽ മാത്രമല്ല, ഇതിലൊരു സാറ്റിസ്ഫാക്ഷൻ കാണുന്നുണ്ട്. വണ്ടി കൊടുക്കുന്നവരോട് ഒരു കസ്റ്റമർ ഒരു ബന്ധം ഉണ്ടാകുന്നത് കൂടി അതിൽ കൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളൊക്കെ അത് അവരൊരു എൻജോയ്മെന്റ് കാണുന്ന ആളായി. അപ്പോൾ ഇത് നിലനിൽക്കാനുള്ള മാർജിൻ മാത്രം മതി നമുക്ക്, അല്ലാണ്ട് കൂടുതലായിട്ടുള്ള വലിയ മാർജിൻ ഒന്നും വേണ്ട. 23 പറയുമ്പോൾ ഏതാ മാസം? 6-ാം മാസം അല്ലേ? 6-ാം മാസം ജൂൺ വരെ, ഈ 26 ജൂൺ വരെ നിലവിൽ വാറണ്ടി ഉണ്ട്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏപ്രിൽ ആയിട്ടേ ഉള്ളൂ, ഇനി മെയ് ജൂൺ വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. വാറണ്ടിയിലാണ് സേഫായിട്ട് വണ്ടി ഓടിക്കുക. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതാ നമ്മളെ ഷമീസ് കാസിലെ ഷമീർക്ക് നമ്മുടെ കൂടെ ഉണ്ട്, മിൻഹാജ് നമ്മുടെ കൂടെ ഉണ്ട്. ഇടവും വലമായിട്ട് നിൽക്കുകയാണ് അല്ലേ? ഇന്ന് രണ്ടുപേരും ഒരേ കളറാണല്ലോ. ഓക്കെ, അപ്പോൾ സോറി മൈക്ക് വെച്ചില്ല അല്ലേ? അപ്പോൾ ഷമീർക്ക, കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കമന്റ്സ് വായിച്ചിട്ടുണ്ടാവുമല്ലോ. മെയിനായിട്ട് ഇവിടുത്തെ വീഡിയോ, അവിടുത്തെ ഒന്നുമില്ല, വിലേൻ്റെ ഒന്നുമില്ല. ഇവിടുത്തെ വീഡിയോയില്, അതായത് ഷമീസ് കാസ് പ്രൈഡ് മാങ്കാവ് തിരുവനന്തപുരം കോഴിക്കോട് ലൊക്കേഷൻ വരുന്നത്, ഇവിടുത്തെ വീഡിയോയില് വില കൂടുതലിന്റെ കുറച്ച് കമന്റ്സ് മെയിനായിട്ട്. ഓക്കെ, അത് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരോ നെറ്റ് പ്രൈസിലാണ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ടൈമിൽ ഓഡിറ്റർ നമ്മളടുത്ത് പറഞ്ഞു, പിന്നെ നമ്മൾ കാണിക്കുന്ന മാർജിൻ വളരെ കുറവാണെന്നുള്ള രീതിയിൽ കംപ്ലൈൻറ്റ് ഓഡിറ്റർ വരെ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഈ മിനിമം എടുക്കുകയാണെങ്കിൽ ശരാശരി പറയുകയാണെങ്കിൽ ബിലോ 5% മാർജിൻ നമ്മൾ എടുക്കുന്നത്. ബിലോ 5% വെച്ചാൽ ഒരു 3%, 4% മാർജിനേ വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രോഫിറ്റ് കൂട്ടണം ഓഡിറ്റർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ പർച്ചേസ് അത്രയും വരുന്നുണ്ടോ? അല്ല, നമ്മൾ പർച്ചേസ് ഡയറക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഇത് പറയുന്ന കമന്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ നല്ല വണ്ടികൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ റീ ചെയ്യില്ല, അതർ സ്റ്റേറ്റ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി, ആക്സിഡന്റ് ഇല്ലാത്ത നല്ല വണ്ടികൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ശരിയായ രീതിയിൽ വരുന്നില്ല. ഇതേപോലെ 1-2 നെഗറ്റീവ് കംപ്ലൈന്റ് വീഡിയോകൾ മാത്രമേ വരുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും പറയുന്നത് നമ്മുടെ അടുത്ത് വില കുറവുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഈ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്ത് നോക്കി, നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ പ്രൈസ് അട്രാക്റ്റീവ് തന്നെയാണെന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോസിൽ ഇങ്ങനെ വന്നത് അതാ ഞാൻ ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ മിൻഹാൻ്റെ അഭിപ്രായത്തിൽ എന്താ പറയാനുള്ളത്? അല്ല, നമ്മളിപ്പോൾ എല്ലാ വണ്ടികളും എടുക്കുന്നത് ഒരു ഏകദേശം നല്ല രീതിയിൽ കണ്ടീഷനിലാക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത്. യൂസ്ഡ് കാറുകളാണ്, അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ സ്ക്രാച്ച് ടച്ചപ്പ് കാര്യങ്ങളുണ്ട്. നമ്മളതൊക്കെ നീറ്റാക്കി പോളിഷ് ചെയ്ത് അത്രയും ഒരു ന്യൂ കാർ എടുക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് അത്രയും ചെറിയ പ്രോഫിറ്റ്, ഞാൻ അബ്ബനോട് എപ്പോഴും പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ പ്രോഫിറ്റ് കൂട്ടണം, സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അബ്ബർ ഈ ഒരു പ്രൈസിന് കൊടുത്താൽ മതി എന്നാണ് അബ്ബൻ്റെ ഒരു സ്റ്റാൻഡ്. ഒന്നാമത് സത്യത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ കച്ചവടം ആദ്യമേ പറയുന്നതാ, ലാഭേച്ഛ നമുക്കുണ്ട്. ഒരു ബിസിനസ് ലാഭമില്ലാതെ കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. പക്ഷെ വെറും ലാഭേച്ഛല്ല, ഒരു സോഷ്യൽ സർവീസാണ് സത്യത്തിൽ. വെറുതെ തള്ളാൻ വേണ്ടി പറയല്ല. നമ്മളൊരു ഈ മേഖലയിലേക്ക് വന്നപ്പോൾ തന്നെ പലർക്കും അറിയാം, നമ്മൾ മുമ്പും പറഞ്ഞതാണ്. അപ്പോൾ ഈ മേഖലയിൽ ഒരു മാറ്റം വരുത്തണമെന്നും ഒരു സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നുള്ളതും മാന്യമായി പോകണം എന്നുള്ളത് നമ്മുടെ ഡ്രീമാണ്. ആ ഡ്രീമിന്റെ ഒരു അച്ചീവ്മെന്റ് നമ്മൾ ബിസിനസ് ഉദ്ദേശിക്കുന്നത്. വരുമ്പോൾ പൈസ ഉണ്ടാക്കൽ മാത്രമല്ല, ഇതിലൊരു സാറ്റിസ്ഫാക്ഷൻ കാണുന്നുണ്ട്. വണ്ടി കൊടുക്കുന്നവരോട് ഒരു കസ്റ്റമർ ഒരു ബന്ധം ഉണ്ടാകുന്നത് കൂടി അതിൽ കൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളൊക്കെ അത് അവരൊരു എൻജോയ്മെന്റ് കാണുന്ന ആളായി. അപ്പോൾ ഇത് നിലനിൽക്കാനുള്ള മാർജിൻ മാത്രം മതി നമുക്ക്, അല്ലാണ്ട് കൂടുതലായിട്ടുള്ള വലിയ മാർജിൻ ഒന്നും വേണ്ട. അതുകൊണ്ട് സത്യസന്ധമായി പറയുകയാണ്, നമ്മളെ പ്രൈസ് വന്നാൽ ഒരിക്കലും പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ച വില, തള്ളിയ വില, അല്ലെങ്കിൽ ക്ലിക്കുഞ്ഞു വേണ്ടി അങ്ങനത്തെ ഡയലോഗൊന്നും നമ്മൾ അടിക്കാറില്ല. നമ്മളത് അട്രാക്റ്റീവ് പ്രൈസ് ആയിരിക്കും. ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓഫർ ഉണ്ടാവും. പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ കാറ്റലോഗ് നിങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മളെ കാറ്റലോഗിലെ പ്രൈസും ടീം ടെക്കിന്റെ വീഡിയോയിലെ പ്രൈസും നിങ്ങൾ നോക്കുക. ഈ കാറ്റലോഗ് പ്രൈസിൽ തന്നെ നമുക്ക് കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷേ ടീം ടെക്കിന്റെ വീഡിയോയിൽ നമ്മൾ കുറച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും നമ്മളെ ഐഡിയ അതല്ല. നമ്മൾ എന്തായാലും നെറ്റാക്കിയിട്ട് തന്നെ കൊടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ശരിയായ രീതിയിൽ കമ്പയർ ചെയ്ത് നോക്കി, എന്നിട്ട് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യും എന്താണെന്നുള്ളത്. ഞാൻ നെറ്റാക്കി മാക്സിമം മിൻഹാജ് നെറ്റ് പ്രൈസിൽ നെറ്റാക്കിയാൽ തരാം. ആ റേറ്റിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, എല്ലാം നെറ്റ് പ്രൈസ് ആക്കിയിട്ടുണ്ട്, നെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ രാവിലെ വന്നപ്പോൾ നിങ്ങൾ കമൻസിൻ്റെ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ നെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. രണ്ടാമത് നമ്മുടെ കൂടെ കുറച്ച് നേരം ഉണ്ടാവില്ല വീഡിയോയിൽ. മിൻഹാജ് ഫുൾ ടൈം ഉണ്ടാവും. ഓക്കെ 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 ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യ വാഹനം ജീപ്പ് കോമ്പസ് ആണ്. അതായത് ഒരു പ്രീമിയം കാറ്റഗറി തന്നെയാണ്. പ്രീമിയം SUV. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2019 മോഡൽ ഡീസൽ മാനുവൽ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 19 അല്ല, 2019. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഓപ്ഷൻ വരും. സ്പോർട്ട്, ലോഞ്ചിറ്റ്യൂഡ്, ലിമിറ്റഡ് പ്ലസ് അങ്ങനെ വരും. ഓക്കെ,
പക്ഷെ സെക്കൻഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ, അലോയ്സ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ മാറുക വെച്ചാൽ അലോയ്സിൽ വരുന്ന ചേഞ്ചസും പിന്നെ ചെറിയ എന്തൊക്കെയോ മാറ്റങ്ങൾ ടോപ്പിലേക്ക് മാറും. ഇപ്പോഴാണ് സൺറൂഫും വരുന്നുണ്ട്. ഇപ്പോൾ മാറി, അന്ന് അതില്ല. ഓക്കെ, ഡീസലല്ലേ? ഇത് ഡീസൽ മാനുവലി 84,000 കിലോമീറ്റേഴ്സ് ഓടി. സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് 84,000 ഓടിയ ഡീസൽ മാനുവൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. മൈലേജും കിട്ടും. അത്യാവശ്യം നല്ല ടോർക്കും പവറൊക്കെ ഉണ്ടാവും ചെയ്യും. തീർച്ചയായും. ആ ഓടിക്കുന്ന സുഖം വേറെയാണ്, പറയാനില്ല. പിന്നെ വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? വേറെ ക്ലെയിമോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുകയാണ്. എത്ര എൻ്റെ ചോദ്യം എത്ര? നമുക്ക് ഓഫറിൽ ഇതാണ് ഓഫർ കേട്ടോ. 9,20,000 കൊടുക്കാം. 9,20,000 നിങ്ങൾക്ക് 2019 മോഡൽ ലോഞ്ചിറ്റ്യൂഡ് ജീപ്പ് ഡീസൽ മാനുവൽ കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, സിംഗിൾ ഓണർ വാഹനം 1 ലാഖിൻ്റെ താഴെ ഓടിയിട്ടുള്ളൂ. അതിൽ ലോൺ എത്ര കിട്ടാൻ ഞാൻ? ഫുള്ള് ലോൺ ചെയ്യാം. ഫുൾ ലോൺ. ഓക്കെ, ലോൺ നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി അത് എടുക്കണോ? ഈ ലോൺ എന്ന് പറഞ്ഞാൽ 2 ക്രൈറ്റീരിയ ഉള്ളൂ. നിങ്ങളുടെ ട്രാക്കും പിന്നെ വണ്ടീൻ്റെ ട്രാക്കാണ്. വണ്ടി ഫിറ്റാണ്. വണ്ടി ഫിറ്റാണ്, വണ്ടിക്ക് കിട്ടും. ബാക്കി നിങ്ങളുടെ ട്രാക്കാണ്. പിന്നെ ലോൺ എടുക്കാൻ ഞങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല ഇവിടെ ലോൺ എടുക്കാൻ. ലോണ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. വീഡിയോസിൽ കമന്റ് പറയുന്നത് കേട്ടു, നീ ലോൺ എടുക്കാൻ ഇങ്ങനെ പറഞ്ഞ് ആൾക്കാർ ലോൺ എടുത്തിട്ട് അത് ആരും വന്ന് നടക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, നല്ല ചോദിച്ച് മനസ്സിലാക്കുക. ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നുണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ വണ്ടീൻ്റെ വില കേട്ടിട്ട് നോക്കണ്ട. അത് ചിലപ്പോൾ 5 വർഷം 7 വർഷം നിങ്ങൾ അടവിടുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാവുന്നുള്ള ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കുക. ഓക്കെ, സ്റ്റഡി ചെയ്തിട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിൽ അടുത്തത് വീണ്ടും ഒരു കോമ്പാക്ട് SUV തന്നെ, കിയയുടെ സോണറ്റ് ആണ്. GT ലൈൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. നിങ്ങൾക്ക് അതായത് നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇത്രയും ഫീച്ചേഴ്സ് വേറെ ഈ ഒരു സെഗ്മെന്റ് വാഹനങ്ങളിൽ കിട്ടൂല. ഫീച്ചേഴ്സ് കൊണ്ടുപോയി തുടങ്ങിയത്. അതെ, പിന്നെ ഹ്യുണ്ടായി കൊണ്ടുവന്ന് തുടങ്ങി. രണ്ട് സെയിം ആണ്. എങ്കിൽ കൂടെ വെന്യൂലൊക്കെ പിന്നെ വന്നത് ഇവരാണ് ആദ്യം തുടങ്ങിയത്, കിയ. ഏതാ മോഡൽ ഇത്? ഇത് 2023 മോഡൽ GT X Plus സോണറ്റ്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓക്കെ, മൈലേജ് കുറച്ച് കുറവായിരിക്കും. അതെ, ഒരു 12-13 കിലോമീറ്റർ മൈലേജ് എക്സ്പെക്ട് ചെയ്യും. 18-13 ആ റേഞ്ച് കണ്ടാൽ മതി. പിന്നെ KL 66 രജിസ്ട്രേഷൻ ആണ്. 23 പറയുമ്പോൾ ഏതാ മാസം? 6-ാം മാസം അല്ലേ? 6-ാം മാസം വണ്ടി. ജൂൺ വരെ, ഈ 26 ജൂൺ വരെ നിലവിൽ വാറണ്ടി ഉണ്ട്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏപ്രിൽ ആയിട്ടേ ഉള്ളൂ. ഇനി മെയ് ജൂൺ വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. വാറണ്ടിയിലാണ് സേഫായിട്ട് വണ്ടി ഓടിക്കുക. അല്ലേ? കിലോമീറ്റർ പറഞ്ഞു നമ്മൾ 74,000 കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു റീപ്ലേസും ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ, അത്രയും ഫീച്ചേഴ്സ്, സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഫീച്ചേഴ്സ് പറയണ്ട, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം ഇതിലുണ്ട്. സൺറൂഫ് അടക്കം വരുന്നത്. നമുക്കൊരു ഓഫറിൽ 10,50,000 കൊടുക്കാം. 10.5 ലക്ഷത്തിന് 2023 പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഓക്കെ, ഇത് ലോൺ ഫുൾ ലോൺ. ഇതൊക്കെ പ്രൈസ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട്, നേരത്തെ അബ്ബ പറഞ്ഞു വെച്ചിട്ട് പ്രൈസ് കൂടുതലാണെന്ന് പറയുന്നവരോട് പ്രൈസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. 10 ലക്ഷത്തിന് GT ലൈൻ ഓട്ടോമാറ്റിക് 2023. അടുത്തത് ഒരു അടിപൊളി ടാറ്റ നെക്സോണിന്റെ 2nd ജനറേഷൻ വാഹനമാണ്. അതെ, ടാറ്റ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റയുടെ ആക്സിഡന്റ് വീഡിയോ ഒക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈലൈറ്റ് കമന്റ് കാണുന്നത് നമ്മൾ ചാവാൻ വിചാരിച്ചാൽ പോലും ടാറ്റ സംഭവില്ല എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ ടാറ്റ നെക്സോൺ ഡീസൽ ആണ് കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷൻ നെക്സോൺ ഡീസൽ ടോപ്പിന്റെ മോഡൽ, മാനുവൽ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ മൈലേജ് കിട്ടും 18-19 റേഞ്ച് ഒക്കെ എന്തായാലും മൈലേജ് കിട്ടും. അതെ. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 90,000 കിലോമീറ്റർ ഓടി. 21 അല്ലേ പറഞ്ഞ? 21 2-ാം മാസം വരുന്ന വണ്ടിയാണ്. ഓക്കെ, 90,000 ആ ഒരു വർഷം സംബന്ധിച്ച് വലിയൊരു ഡീസൽ വണ്ടിയുടെ കറക്റ്റ് ഓട്ടാണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് ഓട്ടാണ് ഒരു വർഷം സംബന്ധിച്ചിട്ട്. 4 പുതിയ ടയർസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോയ വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ എടുക്കുക, റെഡി ടു യൂസ് ആണ് അല്ലേ? റെഡി ടു യൂസ്, അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു എത്ര കിലോമീറ്റർ ആയി ഇപ്പോൾ സർവീസ് ചെയ്തിട്ട്? ഇപ്പം അത് ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഹിസ്റ്ററി ഫുള്ളി അവൈലബിൾ ആണ്. ഇവിടെ ഫുൾ വാല്യൂഷൻ ഓടിയിട്ടുണ്ടാവല്ലോ. അതെ. ഓക്കെ, എന്തായാലും ഒരു 5,000 കിലോമീറ്റർ ഇനിയും ബാക്കിയുണ്ട് അടുത്ത സർവീസിന്. അപ്പോൾ അതും മേടിക്കേണ്ട ആവശ്യമില്ല. എത്ര ചോദ്യം? നമുക്ക് 6.25 ലക്ഷത്തിന് കൊടുക്കാം. 6,75,000 രൂപയ്ക്ക് 21 മോഡൽ ഡീസൽ മാനുവൽ നെക്സോൺ ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകും. 90,000 രൂപ വണ്ടി. ഫുൾ ഓൺ വണ്ടി കയറുമല്ലോ? ഫുൾ ഓൺ ചെയ്യാം. ഇനി ഒരു സെഡാൻ കാറ്റഗറിയിലേക്ക് വരാം. മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്, അതും ഡീസൽ വണ്ടി. നല്ല ഡിമാൻഡ്. അറിയാം, വലുപ്പമുള്ള ഒരു കാറിൽ നല്ല മൈലേജിൽ കൊണ്ടു നടക്കാം അല്ലേ? കറക്റ്റ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ 16 രജിസ്ട്രേഷനിൽ ZDA പ്ലസ് എന്ന് പറഞ്ഞ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരും. ഫുൾ ഓപ്ഷൻ വണ്ടി ZDA പ്ലസ് ഏറ്റവും ടോപ്പിന്റെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. തേർഡ് ഓണർഷിപ്പ്. സോറി.
ഓണർഷിപ്പ് തരാം. നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ് കേട്ടോ. പക്ഷേ വണ്ടി നീറ്റാ കേട്ടോ. വണ്ടി നീറ്റാ. വണ്ടിക്ക് ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്, അല്ലാണ്ട് വേറെ മേജർ ആയിട്ടുള്ളതില്ല. പ്രോപ്പർ ചെറിയൊരു ചളുക്ക് ഡിക്കിയിലുണ്ട്. അതെ, അത് യൂസ് നമ്മളിപ്പോൾ നമ്മളെ നടക്കാവ് ഷോറൂമിൽ എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. അപ്പോൾ നേരം കൂടെ എടുത്ത് വീഡിയോക്ക് വേണ്ടി വാഷ് ചെയ്ത് കയറ്റി അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ബമ്പറിലും ബാക്ക് ബമ്പറിലും ചെറിയ ചളുക്ക് ഡിക്കിയിലുണ്ട്, ക്ലിയർ ചെയ്ത് തരും എന്തായാലും. ഓക്കെ, അപ്പോൾ തേർഡ് ഓണർഷിപ്പ്. ഓട്ടം എത്ര പോയിട്ട്? ഓട്ടം കുറവാണ്, 72,000 ഓടിയിട്ടുള്ള വണ്ടി. 72,000. ഓക്കെ, ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് കുറഞ്ഞ ഓട്ടം തന്നെയാണ്. എത്ര കാലം വെച്ച് നോക്കുമ്പോൾ വളരെ കുറവോട്ടല്ലേ. സർവീസ് ഒക്കെ ഓൾമോസ്റ്റ് ഉണ്ടോ? അല്ല, സർവീസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഹിസ്റ്ററി ഒക്കെ മൈലുണ്ട്, ഫുള്ളുണ്ട്. ഓക്കെ, അപ്പോൾ ഡീസലാണ് 18-20 റേഞ്ച് തന്നെ മൈലേജും കിട്ടും പ്രതീക്ഷിക്കാം. നല്ല സ്പേസ് ഉള്ള, ഓടിക്കാൻ നല്ല കംഫർട്ടുള്ള നല്ലൊരു വണ്ടി അല്ലേ? എത്രയുടെ ചോദ്യം? എത്രയാണ്? നമുക്കൊരു 5,20,000 കൊടുക്കാം. 5,20,000 2015 മോഡൽ 16 രജിസ്ട്രേഷൻ ZDI പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഈ ഒരു ഡീസൽ വെറും 72,000 കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർഷിപ്പ് സിയാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോഡ് ചെയ്യുന്ന കാര്യമുള്ള ഒരു 90% എന്തായാലും ചെയ്യാം. 90%. അടുത്തതാ മെയ്ഡ് ഇൻ ഫ്രഞ്ച് സിട്രോൺ ആണ് വാഹനം. KL എത്രയാ? 18. നമ്മുടെ നാട് തന്നെ, വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഓക്കെ, ഏതാ മോഡൽ ഇത്? 2023 മോഡൽ 24 രജിസ്ട്രേഷനിൽ C3 എയർ ക്രോസ് ഫുൾ ഓപ്ഷൻ. C3 എയർ ക്രോസ് ഫുൾ ഓപ്ഷൻ കോമ്പാക്ട് SUV സെഗ്മെന്റ്. ഇതിൽ ഹാഷ് ബാക്കും വരും, 7 സീറ്ററും വരുന്നുണ്ട്. ഇത് 5 സീറ്ററാണ്. ഇത് 5 സീറ്റർ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന വാഹനമാണ് C3 എയർ ക്രോസ്. പെട്രോൾ മാനുവലിൽ സിംഗിൾ ഓണർഷിപ്പിൽ 32,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത്. ഓക്കെ, 32,000 മാത്രം ഓടിയിട്ടിട്ട്. അതെ, പൊതുവെ ഇതിന്റെ മൈലേജ് എങ്ങനെ? സാധാരണ കിട്ടുമ്പോൾ തന്നെ കിട്ടും. എല്ലാ വണ്ടിക്കും 12 അങ്ങനത്തെ 1.2 ടർബോ ആണ് കേട്ടോ. 1.2 ഷോർട്ട് ഉണ്ടാവും, ഷോർട്ട് ആയിരിക്കും. ഓക്കെ, സാധാരണ 1 ലിറ്റർ ടർബോ ആണ് ഇറക്കുന്നത്, ഇത് 1.2 ടർബോ ആണ്, കുറച്ചും കൂടി കുറയും. നിലവിൽ കമ്പനി വാറണ്ടിയിൽ 2027 4 മാസം വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സെഗ്മെന്റ് ആണ്. അതെ, യെസ്. സാദൃശ്യം നമ്മുടെ കിയ സൈറസിന്റെ ഒക്കെ നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെയാണ് ഏകദേശം. സൈഡ് പ്രൊഫൈലൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അതിന്റെ ലുക്ക് വരും. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ക്ലെയിമോ കാര്യമൊന്നുമില്ല. 24 മോഡൽ അല്ലേ? അതെ, 26 മോഡൽ സിട്രോൺ C3 23 മോഡൽ 24 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ വാറണ്ടി എന്തായാലും ഉണ്ട്. അതെ, അന്നൊരു ഏകദേശം 14 ലക്ഷം രൂപ അടുത്ത് വില വരുന്നുണ്ട്. ചെറിയൊരു ലൈന് ഈ ഡോറിന്റെ ബാക്ക് സൈഡിൽ വീണിട്ടുണ്ട് അല്ലേ? അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. കൊണ്ടുള്ളതാണ്. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, ഫോർഡ് പവർ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ ഫീച്ചേഴ്സ് സ്റ്റോക്കാണ്. സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നതാണ്. ഇതിൽ ഫോഗ് കാര്യങ്ങൾ ലൈറ്റ് എല്ലാം അങ്ങനെ വരുന്നത്. ഓക്കെ, എത്ര ചോദ്യം? നമുക്ക് 8,95,000 കൊടുക്കാം. 8,95,000. അന്ന് ഏകദേശം 13-14 ലക്ഷത്തിന്റെ ഇടയിൽ വില വന്ന വണ്ടിയാണ്. ഷോറൂം തന്നെ 13 വരുന്നുണ്ട്, 14 സംതിങ് വില വന്ന വണ്ടിയാണ്. അപ്പോൾ 8,95,000 നിങ്ങൾക്ക് കൊണ്ടുപോകും ഈ വാഹനം ഫുൾ ഓൺ. അടുത്തതാ ചെറിയൊരു സെഗ്മെന്റ്, അതായത് എഞ്ചിൻ വൈസ് ആണ്, വലുപ്പത്തിൽ വലുത് തന്നെയാണ് അല്ലേ? വലുപ്പത്തിൽ ഫീച്ചേഴ്സിലൊക്കെ വലുത് തന്നെയാണ്. റെനോ കൈഗർ ആണ്, KL 10 മലപ്പുറം രജിസ്ട്രേഷൻ. അടിപൊളി ഒരു ബ്ലാക്ക് കളർ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 മോഡല് കൈഗർ AMT ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. AMT ഫുൾ ഓപ്ഷൻ അല്ലേ? 23 കൈഗറാണ്. ഇതിൽ തന്നെ CVT വരുന്നുണ്ട്. CVT ഇതിനേക്കാൾ കൂടുതൽ പ്രൈസ് വരുന്നുണ്ട്. ഇതിന് എത്ര ഉണ്ടാവും ഓൺ റോഡ്? അന്ന് 11-12 അല്ല, ഇതിന് 10 സംതിങ് 11ന്റെ ഉള്ളിലായിട്ട് വരുന്നത്. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, മറ്റേതിന് 13 ആകാൻ വരുന്നുണ്ട്. 12 സംതിങ് 1 ചില്ലറിന്റെ മാറ്റം ഇങ്ങനെ വരുന്നത്. 1 ചില്ലറ. ഓക്കെ, അപ്പോൾ ഇത് ഓട്ടോ എത്ര പോയി? ഇത് 34,000 ഓടിയിട്ടുള്ളൂ. 34,000. വാറണ്ടി ഇപ്പോൾ എത്ര മാസം? 12 മാസം അല്ലേ? 12 വാറണ്ടി ഉണ്ട്. അപ്പോൾ ഈ വർഷം ലാസ്റ്റ് 12 മാസം വരെ നിലവിൽ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമാണ്. 1 ലിറ്റർ ടർബോ വരും. ടർബോന്. ഓക്കെ, 1 ലിറ്റർ ടർബോ AMT ഓട്ടോമാറ്റിക് ആണ്. എല്ലാ ഫീച്ചറും വരുന്നത്. പുഷ് ബട്ടൺ ആണ്, വയർലെസ് ചാർജർ വരും, എല്ലാം വരുന്നത്. എല്ലാം അടിപൊളി സ്റ്റൈലിഷ് SUV. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം പറയണ്ട. എല്ലാ മോഡൽ കൂടി വണ്ടിക്ക് അലോയ്സ് വരുന്നത്. അതെ, ചെറിയ പൈസക്ക് നല്ല സ്റ്റൈലിഷ് SUV ഉണ്ടാവും. അതായത് എത്രയുടെ ചോദ്യം? നമുക്കൊരു 6,75,000 കൊടുക്കാം. 6,75,000 ഓട്ടോമാറ്റിക് 2023 മോഡൽ 26 ഈ ഡിസംബർ വരെ വാറണ്ടിയിലെത്തുന്ന വാഹനമാണ്. ഫുൾ ഓപ്ഷൻ AMT ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 14-17 ആ റേഞ്ചൊക്കെ ഏകദേശം. നമ്മുടെ മാഗ്നൈറ്റിനേക്കാൾ കുറച്ചുകൂടെ മൈലേജ് കിട്ടും തോന്നുന്നു. ഓക്കെ, സെയിം ആണ്. മാഗ്നൈറ്റ് ഇതൊക്കെ സെയിം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലോൺ മാക്സിമം കാര്യമുള്ളൂ. മാക്സിമം ഫുള്ള്. ഓക്കെ, നിങ്ങളൊരു സ്വിഫ്റ്റ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് അങ്ങനത്തെ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വിലക്ക് നിങ്ങൾക്ക് ഇതാ ഒരു വെന്യൂ ഇവിടെ ഉണ്ട്. KL 22 കഴക്കൂട്ടം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്, തിരുവനന്തപുരം ജില്ല. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ? 2019 മോഡൽ S എന്ന് പറഞ്ഞ വേരിയന്റിൽ പെട്രോൾ മാനുവൽ. S മിഡിൽ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, 2 എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരും. അതിന് പുറമെ ആൻഡ്രോയിഡ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീന് ആൻഡ്രോയിഡിന്റെ. ഓക്കെ, കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. 40,000 ഓടിയിട്ടുള്ളൂ.
ഓ, ആ വർഷം വെച്ചിട്ട് വളരെ ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പാ? തേർഡ് ഓണർഷിപ്പ്. തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു ലെഫ്റ്റ് സൈഡ് റിയർ ഡോർ റീപ്ലേസ് ഉണ്ട്. ഓക്കെ. ഡോർ മാത്രം റീപ്ലേസ്, വേറെ ഒന്നുമില്ല. ഓക്കെ. ഗ്ലാസ് ഒന്നും മാറിയില്ല? ഗ്ലാസ് ഒന്നും മാറിയില്ല. ഓക്കെ. ഡോർ മാത്രം മാറിയാണ് തേർഡ് ഓണർഷിപ്പ്. ഇത് രണ്ടാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇത് രണ്ടാണ് ഇതിന്റെ ഡ്രോബാക്ക്. പക്ഷേ ഇതിന് വലിയൊരു ഹൈലൈറ്റ് ഉണ്ട് ഇതിന്റെ പ്രൈസും കിലോമീറ്ററും. കുറഞ്ഞ കിലോമീറ്ററിൽ പെട്രോൾ വണ്ടിയാണ്. ഒരു 11-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. എത്ര ഇതിന്റെ ചോദ്യത്തിൽ? നമുക്കൊരു 5.25 കൊടുക്കാം. 5,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2019 മോഡൽ വെറും 40,000 കിലോമീറ്റർ ഓടിയ എസ് ഓപ്ഷൻ പെട്രോൾ മാനുവൽ വെന്യൂ കൊണ്ടുപോകാം. ഓക്കെ. തേർഡ് ഓണർഷിപ്പ്, ഒരു ഡോർ റീപ്ലേസ്. അത് മാത്രമേ എൻ്റെ ഒരു പ്രശ്നമുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ നോക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. ഫുൾ ലോണും വേണേൽ ക്യാഷ് ബാക്കും കിട്ടും അല്ലേ? അതെ. അടുത്തത് എന്താ, ചെറിയ എമൗണ്ടിന് ഫീച്ചർ ലോഡഡ് വാഹനമാണ്. സൺറൂഫ് അടക്കം വരുന്നൊരു ഹ്യുണ്ടായി എക്സ്ട്രാ ആണ് അടുത്തത്. എന്തെങ്കിലും ഡീറ്റെയിൽ? 2024 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് SX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ. ഇതിൽ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് കയറുന്നുണ്ട് അല്ലേ? പുഷ് ബട്ടൺ വരുമോ? പുഷ് ബട്ടൺ വരുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. നോക്കട്ടെ ഒരു സെക്കൻഡ്. പുഷ് ബട്ടൺ ഉണ്ടോ നോക്കിയാലേ? ഇല്ല, കീ സ്റ്റാർട്ട് ആണ്. വരുന്നില്ല അല്ലേ? പുഷ് ബട്ടൺ വരുന്നില്ല, പക്ഷേ സൺറൂഫ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അലോയ്സ്, ഫോഗ് ലാമ്പ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പ്രത്യേക ഷേപ്പാണ് കേട്ടോ വണ്ടി. അതെ. ഒരു ക്രോസ് സെഗ്മെന്റ് എന്ന് പറയാൻ പറ്റില്ലേ? ഓക്കെ. പിന്നെ ഓട്ടോ എത്ര പോയി? 22,000 ഓടിയിട്ടുള്ളൂ. 22,000. 24 മോഡൽ, 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമായിരിക്കും. ഗിയർ ബോക്സ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി. ഓട്ടോമാറ്റിക് അല്ല? ഓട്ടോമാറ്റിക് SX ആണ്. ഒരു 12, 14, 15 വരെയൊക്കെ മൈലേജ്. ഉണ്ടായ വണ്ടികളുടെ ഒരു മൈലേജ് ഇല്ലേ? അതെ. ആ റേഞ്ച് തന്നെ ഏകദേശം കിട്ടും. ഓക്കെ. എത്ര ചോദ്യം? എത്ര ഇപ്പോൾ? നമുക്കൊരു 7,90,000 കൊടുക്കാം. 7,90,000 ചോദ്യം. നെറ്റാക്കിട്ട് കൊടുക്കട്ടെ, ചോദ്യമല്ല. 7,90,000 നെറ്റ് റേറ്റ് ആണ്. 2024 മോഡൽ, 27 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന SX ഈ ഒരു എക്സ്ട്രാ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ. ലോണ് 90% ചെയ്യാം. കയറും. നമ്മളൊരു ബ്ലാക്ക് ടൈഗർ കണ്ടു. ഇതാ വൈറ്റ് ആണ് അടുത്തത്. ഇത് KL എവിടെ? 4 തോന്നുന്നില്ല. KL 49. 49. ഓക്കെ. എവിടെയാണെന്ന് അറിയില്ല. അറിയുന്നവർ കമന്റ് ചെയ്യും. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ RXC എന്ന് പറഞ്ഞ വേരിയന്റിലാണ്. നേരത്തെ നമ്മൾ കാണിച്ചത് ഓട്ടോമാറ്റിക് ആണ്. ഇത് മാനുവൽ ആണ്. ഇത് മാനുവൽ RXC ഇല്ല, RXC ബേസ് ഓപ്ഷൻ ആണ്. 49 കിട്ടി. കൊടുങ്ങല്ലൂരല്ലേ ആന്ന് തോന്നുന്നു. 48 വടക്കാഞ്ചേരി, 49 കൊടുങ്ങല്ലൂർ. ഓക്കെ. അപ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ലേ? അതാണ് ബേസിക് ആയിട്ട് ഇതിൽ വരുന്ന സ്റ്റോക്കിൽ വരുന്നത്. അതിന് പുറമായിട്ട് റിവേഴ്സ് ക്യാമറ, സെൻസർ, പിന്നെ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ബേസ് ഓപ്ഷൻ മാനുവലാണ്. 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടി. ഒരു 14, 17, 18 വരെയൊക്കെ മൈലേജ് കിട്ടും. 1 ലിറ്റർ ആണ്. ഓക്കെ. ഓടിച്ചാൽ അത്രയും കിട്ടും അല്ലേ? ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല. 63,000 കിലോമീറ്റർ പെട്രോൾ മാനുവൽ. എത്ര ചോദ്യം? നമുക്കൊരു 5,30,000 കൊടുക്കാം. 5,30,000 ഒരു കൈഗർ നിങ്ങൾക്ക് കൊണ്ടുപോകും. 22 മോഡൽ വണ്ടി അല്ലേ? യെസ്. അത് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കട്ടോ. ഫുൾ ലോണിൽ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ നിസ്സാന്റെ കിക്സ് ആണ്. അതെ. ഇത് റെനോന്റെ ക്യാപ്ചർ, ഇതൊക്കെ എന്ന് വെച്ചാൽ അണ്ടർ റേറ്റഡ് വണ്ടികളാണ്. അത്രയും അടിപൊളി, നല്ല വലുപ്പമുള്ള, നല്ല മസ്കുലർ ലുക്ക് തോന്നിക്കുന്ന, നല്ല പവറും അത്യാവശ്യത്തിന് മൈലേജും. 110 തന്നെ വരിക. 110 ബേസ് ആണ് പവർ വരിക. അത്യാവശ്യം മൈലേജും കിട്ടും പറഞ്ഞ പോലെ തന്നെ. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഇതേതാ മോഡൽ? ഏതാ? ഇത് 2019 മോഡൽ XV പ്രീമിയം ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് എൻഡ്. 17 ലക്ഷം രൂപ അന്ന് ഓൺ റോഡ് വരുന്ന വണ്ടി. 17.5 ലക്ഷം അന്ന് വില വന്ന വണ്ടിയാണ്. അതെ. പിന്നെ ഇതേ സെയിം കളറിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. 2 വണ്ടി ചെയ്തിട്ടുണ്ട്. 2 വണ്ടിയും പെട്ടെന്ന് തന്നെ പോയി. അതെ. അതിനെപ്പറ്റി അറിയുന്നവരെടുക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. നിസ്സാൻ കിക്സ് ഡീസൽ മാനുവൽ ആണ്. 72,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി. ഓക്കെ. 19 മോഡൽ 72,000 വലിയൊരു ഓട്ടോ ഒന്നല്ല. വലിയൊരു ഡീസൽ വണ്ടിയല്ലേ? വലിയൊരു ഓട്ടോ അല്ല. ഓക്കെ. 110 ആണ് വരിക. 110 PS ആണ്. അത്രയും പവർ ഉണ്ടാവും. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഒന്നും നോക്കാം. എന്തൊക്കെ ഫീച്ചേഴ്സ് നിസാൻ കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം ഈ വണ്ടിയിലുണ്ട്. അപ്പോ നല്ല സീറ്റ് കവറും എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ കസ്റ്റമർ അത് യൂസ് ചെയ്ത കസ്റ്റമർ അറിയുന്നതാണ്. ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദ്യം? നമുക്കൊരു 6,75,000 കൊടുക്കാം. 6,75,000. ഏകദേശം 10 ലക്ഷം റുപ്യന്റെ മാറ്റം വന്നു കേട്ടോ. 11 ലക്ഷം റുപ്യന്റെ അടുത്തുള്ള മാറ്റം. 11 ലക്ഷത്തിന്റെ മാറ്റം വന്നത് കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ 6,75,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത്രയും കിട്ടലും ഒരു SUV സെഗ്മെന്റ്. വണ്ടിക്ക് ആയിരിക്കും ഒരു 8-8 ലക്ഷം രൂപ വരെ സുഖമായിട്ട് ലോൺ പാസ്സാവുകയും ചെയ്യും. ക്യാഷ് ബാക്ക് ആണ്. വേണ്ടെന്ന് എടുത്താൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ ലോൺ എടുക്കുക. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടി. അടുത്തതാ റിനോ ഡസ്റ്റർ ആണ്. KL 84 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇത് ടോപ്പിന്റെ തന്നെയാ? RX ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. പക്ഷേ അലോയ്സ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് മാറ്റി ചെയ്തതാ. മൂഡിനനുസരിച്ച് മാറ്റി ചെയ്തതാ. അതെ. ഓക്കെ.
എന്തായാലും സ്റ്റൈലിഷ് ആയിട്ടുള്ള വണ്ടി, അടിപൊളി ഒരു കളർ കേട്ടാ, ഒരു കളറും അഡീഷൻ മറ്റേ സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൂഫ് റെയിലിന്റെ കൂടെ തന്നെ കാരിയർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഏതാ മോഡൽ ഏതാ? ഇത് 2021 മോഡല്, നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയായിരുന്നു, ഇപ്പോൾ സെക്കൻഡ് ഓണർ ആയി. പാർക്കിംഗ് സെയിൽ വെച്ച വണ്ടിയാണ്. ഓക്കെ, 21 ഡസ്റ്റർ RXZ ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, മാനുവൽ പെട്രോൾ മാനുവൽ. ഓക്കെ, പെട്രോൾ പിന്നെ 110 അല്ലേ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ, നേരത്തെ പറഞ്ഞ സാധനം തന്നെ കിക്സിന്റെ സെയിം സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പുതിയ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇതിന് ഇപ്പോഴും നല്ല ഡിമാൻഡാണ്. ഈ സാധനം ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ്, ഈ ഷേപ്പ്. ഓക്കെ, പുതിയത് പിന്നെ മാറി, ഇപ്പൊ വന്നു വെച്ചാല് ഇപ്പോഴത്തെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ എല്ലാ കമ്പനിയും കൊടുക്കുന്നത്, സൈറസിന്റെ ഒക്കെ അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഡിസൈൻ, അതാണ് അല്ലേ? ഓക്കെ, അപ്പോ ഓട്ടം പറഞ്ഞോ? ഓട്ടം 61,000 കിലോമീറ്റർ. 61,000 കിലോമീറ്ററോട് 21 മോഡൽ RXZ ഡസ്റ്റർ ആണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ. എത്ര ചോദ്യം? എത്ര? നമുക്കൊരു 6,50,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്? മാനുവൽ. ഓക്കെ, 650. 2021 മോഡൽ 6,50,000 രൂപയ്ക്ക് പെട്രോൾ മാനുവൽ 110 ആണ് വാഹനം. അപ്പൊ താല്പര്യം വിളിച്ചോളൂ. നല്ല പെർഫോമൻസ് ആയിരിക്കും വണ്ടി. മൈലേജ് അത്ര കിട്ടൂല, 10-13. ഓക്കെ, പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാം. ലോൺ ഒരു 6 lakh എബൌട്ടോ ലോൺ നമുക്ക് ഫുള്ള് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഹാച്ച് ബാക്ക് വാഹനം അല്ലേ? ടാറ്റയുടെ ടിയാഗോ ആണ്, സെക്കൻഡ് ഷേപ്പ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് XT എന്ന് പറഞ്ഞ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ മാനുവലി 66,000 കിലോമീറ്റർ ഓടി. ഓക്കെ, 66. ഏതാ സാധനം നമ്മുടെ പോർഷൻ്റെ ഒരു കിഡിലായിട്ട് പുറത്തൂടെ പോയിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നോക്കി പോയത്. ഓക്കെ, അപ്പോൾ 66,000 കിലോമീറ്റർ, 22 മോഡൽ XT ആണ്. AC പോസ്റ്റർ, 4 വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, നല്ല സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. സേഫ്റ്റി 5 സ്റ്റാർ റേറ്റിംഗ്. ഓക്കെ, ഈ ഷേപ്പിലേക്ക് വരും 5 സ്റ്റാർ ആണ്. എത്ര ഇതിന്റെ ചോദ്യം? എത്ര ഇപ്പോൾ? നമുക്കൊരു 4,30,000 കൊടുക്കാം. 4,30 അല്ലേ? 2022 XT ഓപ്ഷൻ വരുന്ന വണ്ടി. ഒരു റീപ്ലേസ് ഉണ്ട്, ബോണ്ട് മാത്രം റീപ്ലേസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇടിച്ച സംഭവം നല്ല ബോണ്ട് മാത്രം മാറിയിട്ടുള്ളൂ, കമ്പനിയിൽ നിന്ന് മാറിയതായിരിക്കും. ഓക്കെ, അപ്പോൾ 4,30 XT ടിയാഗോ. താല്പര്യം വിളിച്ചോ, ഫുൾ ഓണും കയറുമോ? ഫുൾ ഓൺ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഇവിടുത്തെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ കൊമ്പനാണ്. ഏറ്റവും വലിയ അതെ, മഹീന്ദ്ര XUV 500. ടോപ്പൻ്റെ ഇത് ഏറ്റവും ടോപ്പൻ്റെ W10. അന്ന് W10 ഏതാ മോഡല്? 2016 ഡീസൽ ഓട്ടോമാറ്റിക് W10 ആണ് ഏറ്റവും ടോപ്പൻ്റെ വാഹനം. കിലോമീറ്റർ വളരെ കുറവാണ്. എത്ര ഓടി ഉണ്ടാവും നിങ്ങളൊരു നിഗമനത്തിൽ? 16 90 1 lakh 50,000 ഓടിയിട്ടുള്ളൂ. 50,000. ഓക്കെ, കുറഞ്ഞ കിലോമീറ്റർ. അതെ, അത് ജെന്യൂൻ കിലോമീറ്റർ, ഹിസ്റ്ററി ഉള്ള കിലോമീറ്റർ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ബോണ്ടിന് അവിടെ ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ബോണ്ടില്ല. ഓക്കെ, അപ്പോൾ ഒന്നും റീപ്ലേസ് ഇല്ലാത്ത വെറും 50,000 ഓടിയ വണ്ടിയാണ്. വേറെ ഒന്നുമില്ല, ഫുൾ കമ്പനി ഹിസ്റ്ററി എല്ലാം ഉണ്ട് അല്ലേ? ലോ കിലോമീറ്റർ വണ്ടി തപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇതിന്റെ യൂസിന്റെ ചെറിയൊരു സാധനം ഞാൻ നോക്കിക്കോട്ടെ, ഒരു സെക്കൻഡ്. വലിയ കുഴപ്പമില്ല. അതായത് ഹാൻഡ് ബ്രേക്കിൽ അവർ ഓൾറെഡി ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹാൻഡ് ബ്രേക്കിന് പൊതുവേ ഒരു പരിപ്പാവലുണ്ട്. അതെ, പെട്ടെന്ന് പരിപ്പാവും, അതാ നോക്കിയത്. ഓക്കെ, പിന്നെ സീറ്റ് സൈഡൊക്കെ പെട്ടെന്ന് ഡാമേജ് ആയതുണ്ട്. ഇതൊന്നും ആയിട്ടില്ല, അങ്ങനത്തൊന്നുമില്ല. അത്ര കുറഞ്ഞ ഓട്ടോ ഓടിയിട്ടുള്ള വണ്ടിയല്ലേ? ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പനാണ്. ടയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ മൈലേജ് ഒരു 10-12. അത് വലിയ വണ്ടീന്റെ റേഞ്ച് തന്നെയാണ്. അതെ. എത്ര ചോദ്യം? എത്ര? നമുക്കൊരു 9,30,000 കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി 9:30 16 മോഡൽ വരുന്ന വണ്ടി W10. സൺറൂഫ് അടക്കം വരുന്നുണ്ട് കേട്ടോ. അന്നത്തെ കാലത്തിന് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ നമുക്ക് ഏകദേശം 90% ചെയ്യാം. ഓക്കെ, വെറും 50,000 ഓടിയിട്ടുള്ളൂ. ഇതിന് 1 ലക്ഷം ഓടിയ വണ്ടി വെച്ചിട്ട് വില കമ്പയർ ചെയ്യരുത്. 1 ലക്ഷം ഓടുക എന്ന് പറയുമ്പോൾ നല്ല മാറ്റം വരും വില. അത്രയും വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഓക്കെ, 1 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് സാധാരണ കുറഞ്ഞ വിലയാണ്. 1 ലക്ഷം എന്ന് പറയുമ്പോൾ ശരിക്കും 1 ലക്ഷത്തിന്റെ മാറ്റം തന്നെ ഉണ്ടാവും അല്ലേ? തീർച്ചയായും. സാധാരണക്കാർക്ക് ചിലപ്പോൾ 1.5 ലക്ഷത്തിന്റെ മാറ്റമൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതും വെച്ച് കമ്പയർ ചെയ്യാം. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതെ, ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പ്രിഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്താണ്. ഷെവീസ് കാസിലേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കൊള്ളണം. അതേപോലെ പറയാൻ പറ്റിയൊരു സംഭവം, നമുക്ക് 2-3 വണ്ടികൾ പോളിഷിംഗിലായിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്താ ഡീറ്റെയിൽ പറഞ്ഞു? ഡീറ്റെയിൽ എക്സ്പ്രസോ പെട്രോൾ മാനുവൽ 2022 വണ്ടി ഉണ്ട്. ഓക്കെ, 3.25 ലക്ഷം രൂപ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 3.25 എക്സ്പ്രസോ 2022. ഒരു ചാൻസിൽ ഒരു ഓഫറൊക്കെ കാണിക്കാൻ വേണ്ടി വെച്ചായിരുന്നു, പക്ഷേ പോളിഷിംഗിലായി പോയി. പിന്നെ ഒരു വെർച്ചസ് ഹൈലൈൻ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതിന്റെ റേറ്റ് ഇട്ടിട്ടില്ല, നിങ്ങൾ
വിളിക്കുമ്പോഴത്തേനും ഇനി വീഡിയോ എയർ ആകുമ്പോഴത്തേനും നമുക്ക് ഡീറ്റെയിൽ സെഡാൻ കാറ്റഗറി നോക്കുന്നുണ്ട് വേറെ ഏതല്ലേ? ഈ 2 വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ വർക്കിലുള്ളത്. 2 വണ്ടി ഓക്കെ. അതുകൊണ്ട് അപ്പോൾ ഏത് വേണമെന്നല്ലേ കോൺടാക്ട് ചെയ്യാം. അറിയാലോ ഇവിടെ 10 ലക്ഷത്തിന്റെ താഴെയുള്ള വണ്ടികളെ ഉണ്ടാവും. അതെ, ഷമീസ് കാസ് പ്രൈഡിൽ. ഇതിനുള്ളിൽ ഇപ്പോൾ നിങ്ങൾ ഏത് വണ്ടി കണ്ടാലും ഏകദേശം 10 ലക്ഷത്തിന്റെ ചോടാണെന്ന് മനസ്സിലാക്കാം. ഒരു ഫോർച്യൂണർ കണ്ടാൽ പോലെ അത് 10ന്റെ താഴെയാണെന്ന് മനസ്സിലാക്കി കയറിക്കൊള്ളി എല്ലാവരും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ കോൺടാക്റ്റിലേക്ക് വിളിച്ചാൽ മതി. അടുത്തൊരു വീഡിയോ കാണാം. ഷമീർ ക വരാൻ ലേറ്റ് ആയി, ഹോസ്പിറ്റൽ കേസിൽ പെട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു, ബൈ.